പ്രിയപ്പെട്ടവരെ, സിനിമ പാപമാണോ എന്ന വിഷയം ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ആദ്യം ആയിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോ കാണാം. ആദ്യകാലങ്ങളിൽ കൂട്ടായ്മകളിൽ സിനിമ കാണരുത്, അത് പാപം എന്ന് പ്രസംഗിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് തെറ്റുകളിലും പാപത്തിലും വീഴാതിരിക്കുവാൻ വേണ്ടി ആയിരുന്നു. എന്നാൽ കാലം മാറി. കൈവെള്ളയിൽ എല്ലാ സൗകര്യങ്ങൾ കിട്ടിയപ്പോൾ അതിന് പ്രസക്തി ഇല്ലാതെയായി. ഇന്ന് ആൾമോസ്റ്റ് എല്ലാ പേരും സിനിമ കാണുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന എല്ലാം പാപം തന്നെയാണ്. അത് സിനിമ ആയാലും ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും. എന്തിന് ഏറെ പറയുന്നു, ചെയ്തു തീർക്കുവാൻ ഒത്തിരി കടമകൾ, ജോലികൾ ഉള്ളപ്പോൾ സ്വന്തം കുടുംബത്തിന്റെ കാര്യം നോക്കാതെ പള്ളിയിൽ പോയി ഇരിക്കുന്നതും പാപം തന്നെയാണ്. ഇന്ന് എമ്പുരാൻ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ അതിനെപ്പറ്റി ആധികാരികമായി പറഞ്ഞു തന്ന ദൈവദാസന്മാർ ഉണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വിശ്വാസി ആനുകാലിക സംഭവങ്ങളെക്കുറിച്ച് ബോധവാന്മാർ ആയിരിക്കണം. എന്നാൽ നമ്മുടെ ലക്ഷ്യം അതല്ല. പഴയകാല ചില ആത്മീയ ഗീതങ്ങൾ പലതും സിനിമ പാട്ടിന്റെ ചേന ആണ് എന്നുള്ള കാര്യം നാം അറിയേണ്ടതുണ്ട്. അവർ പറയുന്നത് അവർക്കു ആത്മാവിൽ കിട്ടി എന്നുള്ളത് ആണ്. വിശ്വാസ സമൂഹം അത് വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ ടെലിവിഷൻ വന്നതോടെ ചിലപ്പോഴെങ്കിലും ഇത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. സിനിമയെക്കുറിച്ച് പല വിശ്വാസികൾക്കും പല അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ സിനിമ കാണുന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ മറുപടി നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സിനിമ പാപമാണോ എന്ന് ചോദിച്ചാൽ ഒരുത്തരം നൽകാൻ ബൈബിളിൽ വ്യക്തമായ ഒരു ഭാഗം കാണാൻ കഴിയില്ല. എന്നിരുന്നാലും സിനിമ കാണുന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ സിനിമകളും ഒരുപോലെയല്ല. സിനിമകളിൽ നല്ലതും ചീത്തയുമുണ്ട്. ചില സിനിമകൾ നമ്മുടെ ചിന്തകളെയും പ്രവർത്തികളെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞേക്കാം. ആ മായാവിസ്മയത്തിൽ നമ്മുടെ ജീവിതം നശിച്ചു പോകുവാൻ സാധ്യത ഉണ്ട്. സിനിമയിൽ അഭിനയിക്കുന്നവർ പോലും കുത്തിയിരുന്ന് സമയം കളഞ്ഞു അത് കാണാറില്ല. അത് അവരുടെ വരുമാനമാർഗം ആകയാൽ അവർ അടുത്ത സിനിമയുടെ ജോലിയിൽ ആയിരിക്കും. നാം ആണെങ്കിലോ അത് കണ്ട് നമ്മുടെ മനസ്സും വൈകാരിക തലം ഒക്കെയും താളം തെറ്റിക്കുന്നു. മാത്രം അല്ല, ആ രംഗത്ത് നടക്കുന്ന കാര്യങ്ങൾ നാം അറിഞ്ഞത് ആണല്ലോ. ദൈവവചനം പറയുന്നു, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇതൊക്കെയും ദൈവത്തിൽ നിന്നല്ല എന്നുള്ളത്. അതുകൊണ്ട് ദൈവവചനം പറയുന്ന കാര്യങ്ങൾ മാത്രം കാണുക. ഇനി തീരുമാനിക്കൂ, സിനിമ മാത്രമാണോ പാപം? ദൈവമനുഷ്യനായ നീ ഈ വക കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സാക്ഷ്യം വഹിച്ചുവല്ലോ. നീ നിഷ്കളങ്കനും യാതൊരു അപവാദവും ഏൽക്കാത്തവനായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതവരെ പ്രമാണിച്ചുകൊള്ളണം എന്ന് സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സാക്ഷ്യം വഹിച്ച ക്രിസ്തുയേശുവിനെയും സാക്ഷി നിർത്തി ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യണേ.